തമിഴ്നാട്ടിൽ ജയലളിത സർക്കാർ തുടങ്ങിയ അമ്മ ക്യാന്റീനുകൾ നവീകരിക്കാൻ മുഖ്യമന്ത്രി വിജയുടെ നിർദ്ദേശം. ക്യാന്റീനിലെ ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് വ്യാപക പരാതികൾ ഉയർന്നതിന് പിന്നാലെയാണ് നിർദ്ദേശം. 2011-16 കാലഘട്ടത്തിൽ AIADMK സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച അമ്മ ക്യാന്റീനുകൾ നവീകരിക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഉത്തരവിട്ടു. 2013 ഫെബ്രുവരി 24 അന്നത്തെ മുഖ്യമന്ത്രി ജയലളിതയുടെ ജന്മദിനത്തിൽ അനുയായികളും പാർട്ടി പ്രവർത്തകരും സ്നേഹപൂർവ്വം അമ്മ എന്ന് വിളിച്ചിരുന്ന ജയലളിത ക്യാന്റീനുകൾ ചെന്നൈയിലാണ് ആദ്യം ആരംഭിച്ചത്. പിന്നീട് ഇത് നഗരങ്ങളിലേക്ക് വ്യാപിച്ചു. പൊതുജനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ ഭക്ഷണം നൽകുന്ന ക്യാന്റീനുകൾ തൽക്ഷണം ഹിറ്റായി മാറി. 2021 AIADMK എതിരാളികളായ ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ DMK അധികാരത്തിലെത്തിയപ്പോൾ പദ്ധതി ഉപേക്ഷിക്കും എന്ന് കരുതിയെങ്കിലും പുതിയ സർക്കാർ കാലക്രമേണ അർദ്ധനഗര പ്രദേശങ്ങളിൽ 200 ക്യാന്റീനുകൾ കൂടി ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു. പദ്ധതിയുടെ പേര് മാറ്റിയില്ല. വിജയ് ഈ പാരമ്പര്യം തുടരുകയാണ്. അമ്മ ക്യാന്റീനുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കാനും മെച്ചപ്പെടുത്താനും ജനങ്ങൾക്ക് രുചികരവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷണം ഉറപ്പാക്കാനും ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. നവീകരണ പ്രവർത്തനങ്ങളിലേക്കും ഉപകരണങ്ങൾ വാങ്ങുന്നതിലേക്കുമുള്ള ചെലവുകൾ കോർപ്പറേഷനുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും പൊതുഫണ്ടിൽ നിന്ന് വഹിക്കണമെന്നാണ് ഉത്തരവ്. അമ്മ ക്യാന്റീനുകളിൽ നൽകുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരവും രുചിയും തൃപ്തികരമല്ലെന്ന ഫീഡ്ബാക്ക് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥരുമായി ഒരു അവലോകന യോഗം ചേർന്നിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ, കൂടുതൽ പാചക ഉപകരണങ്ങൾ എന്നിവ വാങ്ങി ഹോട്ടൽ മെച്ചപ്പെടുത്തുന്നതിനും അതുവഴി ജനങ്ങൾക്ക് ഗുണനിലവാരവും രുചികരവുമായ ഭക്ഷണം ഉറപ്പാക്കുന്നതിനും മുഖ്യമന്ത്രി ഉത്തരവിട്ടതായി ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷന്റെ കീഴിൽ 383 അമ്മ ക്യാന്റീനുകളും സംസ്ഥാനത്തെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ 237 ക്യാന്റീനുകളും നിലവിലുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.